നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആർമി ഓർഡിനൻസ് കോർപ്സ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന സ്ഥാപനത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അതായത് ഇന്ത്യൻ ആർമിയുടെ അണ്ടറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആർമി ഓർഡിനൻസ് കോർപ്സ് മൊത്തം 10 തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് മെറ്റീരിയൽ അസിസ്റ്റൻ്റ് ആണ്. മൊത്തം 19 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനറൽ 10, EWS 1, OBC 5, SC 2, ST 1, അങ്ങനെ മൊത്തം 19 പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനമാണ്. ലെവൽ 5 ആണ് പേ സ്കെയിൽ വരുന്നത്. അതായത് 29,200 വരെ മുതൽ 92,300 വരെ ആയിരിക്കും സാലറി സ്കെയിൽ വരിക. രണ്ടാമത് വരുന്ന പോസ്റ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. അത് മൊത്തം 27 പോസ്റ്റാണുള്ളത്. 12 പോസ്റ്റ് ജനറൽ, 2 പോസ്റ്റ് EWS, 7 പോസ്റ്റ് OBC, 4 പോസ്റ്റ് SC, 2 പോസ്റ്റ് ST. അത് ലെവൽ 2 ആണ് പേ സ്കെയിൽ വരുന്നത്. 19,900 മുതൽ 63,200 വരെയാണ് സാലറി റേഞ്ച് വരിക. മൂന്നാമത്തെ പോസ്റ്റ് വരുന്നത് സിവിൽ മോട്ടോർ ഡ്രൈവറാണ്. അത് മൊത്തം 4 വേക്കൻസിയാണുള്ളത്. ജനറലിന് 3 വേക്കൻസി, OBC 1 വേക്കൻസി. പിന്നെ വരുന്നത് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് 2 എന്ന പോസ്റ്റാണ്. അത് മൊത്തം 14 വേക്കൻസിയാണുള്ളത്. 7 വേക്കൻസി ജനറലിന്, EWS 1, OBCക്ക് 3, SC 2, ST 1 എന്നിങ്ങനെയാണ് വേക്കൻസിയുടെ റിസർവേഷൻ. പിന്നെ വരുന്നത് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് മൊത്തം 247 വേക്കൻസിയാണ് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിനുള്ളത്. അത് 102 പോസ്റ്റ് ജനറലിന്, 24 പോസ്റ്റ് EWS, 66 പോസ്റ്റ് OBC, 37 പോസ്റ്റ് SC, 18 പോസ്റ്റ് ST എന്നിങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റ് ലൊക്കേഷൻ റിസർവേഷൻ വന്നിരിക്കുന്നത്. പിന്നെ കാർപ്പൻറ്റർ ആൻഡ് ജോയിൻറ്റർ എന്ന് പറയുന്ന പോസ്റ്റിന് മൊത്തം 7 വേക്കൻസിയാണുള്ളത്. അത് ജനറൽ 5, OBC 1, SC 1 എന്നിങ്ങനെയാണ്. പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ മൊത്തം 5 വേക്കൻസി, ജനറൽ 4, OBC 1, MDSന് മൊത്തം 11 വേക്കൻസിയാണുള്ളത്. ജനറൽ 7, OBC 2, EWS 1, SC 1 എന്നിങ്ങനെയാണ് വേക്കൻസി. ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് മൊത്തം 389 വേക്കൻസി ഉണ്ട്. അതിന് 189 പോസ്റ്റ് ജനറലിനാണ്, 38 പോസ്റ്റ് EWS, OBCക്ക് 105 പോസ്റ്റ്, SCക്ക് 58 പോസ്റ്റ്, ST 29 പോസ്റ്റ് എന്നിങ്ങനെയാണ് അതിൻ്റെ ഓരോ പോസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പം ഇതിന് പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഓരോ പോസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കീപ്പ് ചെയ്യണം. അപ്പം അതുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിന് ശേഷം ഒരു മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ആ ടൈമിൽ ഇതൊക്കെ ഈ പോസ്റ്റ് അനുസരിച്ച് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ഓരോ റീജിയൻ വൈസ് ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റ് ലൊക്കേഷൻ വരിക. അപ്പോൾ ഈസ്റ്റേൺ റീജിയനിലാണെങ്കിൽ അതിൻ്റെ ട്രേഡ്സ്മാൻ മേറ്റിന് 330 വേക്കൻസി വരുന്നത് ഈസ്റ്റേൺ റീജിയനിലാണ്. ഈസ്റ്റേൺ റീജിയൻ എന്ന് പറയുമ്പോൾ ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ ഭാഗങ്ങളാണ് വരിക. അങ്ങനെ മൊത്തം വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ, സൗത്ത് വെസ്റ്റേൺ, സെൻട്രൽ വെസ്റ്റ്, സെൻട്രൽ ഈസ്റ്റ് എന്നിങ്ങനെ വിവിധ റീജിയനിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ സദേൺ റീജിയനിലാണ് നമ്മൾ തമിഴ്നാട്, മഹാരാഷ്ട്ര ഒക്കെ വരിക. അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ അസിസ്റ്റൻ്റ് പോസ്റ്റിന് 18-നും 27-നും മധ്യ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പം റിസർവേഷൻ കാറ്റഗറികൾക്ക് അവരുടേതായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. ഒരു ഗ്രാജുവേഷൻ, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് IGNOU അവാർഡ് ചെയ്തതും അക്കാഡമിക് 2009-10 എൻറോൾ ചെയ്തതും വാലിഡായിട്ട് കൂട്ടുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റിന് 18-നും 25-നും മധ്യ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതിന് മേജർ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 12th ക്ലാസ് പാസ്സാണ്. 35 വേർഡ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. സിവിൽ മോട്ടോർ ഡ്രൈവറിന് 18-നും 27-നുമാണ് പ്രായപരിധി വരുന്നത്. മേജർ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 10ാം ക്ലാസ് പാസ്സോ, അതുപോലെ തന്നെ സിവിൽ ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി വെഹിക്കിൾസ് ഒക്കെ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ടെലി ഓപ്പറേറ്റർ 2-ന് 18-നും 25 വയസ്സിനും മധ്യയാണ് പ്രായപരിധി വരുന്നത്. 10+2 ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ PBX ബോർഡ് ഹാൻഡിൽ ചെയ്യാനുള്ള പരിചയം ഉണ്ടായിരിക്കണം. പിന്നെ വരുന്ന പോസ്റ്റ് ഫയർമാന് 18-25 വയസ്സാണ് പ്രായം വരുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാർപ്പൻറ്ററിന് 18-25 വയസ്സ് പ്രായം. ഇതിനെല്ലാം മേജർ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ കാറ്റഗറിക്ക് 10ാം ക്ലാസ് പാസ്സാണ് കാർപ്പൻറ്ററിനും. അതുപോലെ തന്നെ IT ട്രേഡിൽ കാർപ്പൻറ്റർ ട്രേഡിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം.
പെയിൻറ്ററിന് 18-25 വയസ്സാണ്. പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ 18-25 വയസ്സിന് മധ്യേ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ IT സർട്ടിഫിക്കറ്റ്, ട്രയൽ IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. MDSനും 18-25 വയസ്സിന് മധ്യയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 1 ഇയർ എക്സ്പീരിയൻസ് ട്രേഡിൽ ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ മെയ്റ്റിന് 18-25 വയസ്സിന് മധ്യയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് AOC recruitment.gov.in എന്ന സൈറ്റ് മുഖേനയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. SC/STക്ക് 5 വർഷം, OBCക്ക് 3, PWD അൺറിസർവ് കാറ്റഗറി 10, PWD OBCക്ക് 13, ഇങ്ങനെയാണ് ഓരോ കാറ്റഗറിക്കുമുള്ള റിസർവേഷൻ ഏജ് റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ല. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അതിനകത്ത് നിങ്ങൾ എക്സാം ബേസിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നടക്കുക. അപ്പം എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് പറയുന്നുണ്ട്. ഓരോന്നിനും റിട്ടൺ എക്സാമും കാര്യങ്ങളും, പിന്നെ ടൈപ്പിങ്ങിൻ്റെ പറയുന്നതിന് ടൈപ്പിംഗ് എക്സാമും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഫോളോ അപ്പ് ചെയ്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അത് ബേസിസിലായിരിക്കും ഇതിൻ്റെ മെറിറ്റ് വരിക. പിന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇത് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും എക്സാം ഓരോ പോസ്റ്റ് ലെവൽ അനുസരിച്ചാണ്, അതായത് പേ സ്കെയിൽ അനുസരിച്ചുള്ള ലെവലിലാണ് അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമിൻ്റെ ഘടന. ഓരോന്നിനും മാർക്കിൻ്റെ രീതിയായാലും മാർക്ക് അനുസരിച്ച്. അപ്പം മെട്രിക് ലെവൽ പോസ്റ്റിന് ജനറൽ ഇൻ്റലിജൻസ് 50 മാർക്ക്, മൊത്തം 150 മാർക്കിനായിരിക്കും എക്സാം. അങ്ങനെ ഓരോ പോസ്റ്റിൻ്റെയും എക്സാം കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 1/4 ആയിരിക്കും നെഗറ്റീവ് പോവുക. അപ്പം വേറെ വെയിറ്റേജും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഫീസിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പം ഫീസൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരല്ല അപേക്ഷിക്കുക. അപ്പോൾ നല്ല സുവർണാവസരമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ഈ PDF ഫുള്ളായി വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പം മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.